ഹലോ, ഉണ്ണിയൻ പൊന്നുകൃഷ്ണ എന്ന നമ്മളെ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ പിന്നെ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. കടുപ്പത്തിലൊരു ഇഞ്ചി ചായ കുടിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ചായ തിളപ്പിക്കുന്ന ടൈമിലാണ് അന്ന് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചു തുടങ്ങുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിരുന്നേ. ആ വീഡിയോയിൽ കാണിച്ചിരുന്ന ഒരു റെസിപ്പി ഉണ്ട്. അത് പഴം കൊണ്ടുള്ളൊരു ഇടിയപ്പമായിരുന്നു. അത് കുറേ ആയി ഞാനൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനാദ്യം നമുക്ക് നേന്ത്രപ്പഴത്തെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാൻ തലയും വാലൊക്കെ മുറിച്ച് മാറ്റി നേന്ത്രപ്പഴത്തെ ഒരു അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവി കൊള്ളിച്ച് വേവിച്ചെടുക്കുകയാണ്. അത് വെന്ത് വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എൻ്റെ ചായയും കുടിച്ച് തീർത്തട്ടോ. ചൂടാറിയതിന് ശേഷം ഈ പഴത്തെ നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അത് ചൂടാറാൻ വെച്ച ആ സമയത്ത് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇടിയപ്പത്തിനായിട്ട് ഞാൻ വറുത്ത ഇടിയപ്പ പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അരിപ്പൊടി വറുത്തത് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന, അതായത് നല്ലപോലെ അരച്ചു വെച്ചിരിക്കുന്ന പഴം ഞാൻ ചേർക്കുകയാണ്. ഈ പഴം അരക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തെങ്കിലും പക്ഷേ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ആ വീഡിയോ പകർത്താനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ. പഴം അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലൊരു തുള്ളി പോലും വെള്ളം നമ്മൾ ചേർക്കാൻ പാടില്ല കേട്ടോ. പഴത്തിന് ആവശ്യത്തിന് മധുരമുണ്ട്. കുറച്ചും കൂടി മധുരം വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർത്തിട്ട് അത് അരച്ചെടുക്കാവുന്നതാണ്. അത് മാവിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്പിയെടുക്കാം. പഴമിട്ട് തിരുമ്പുമ്പോൾ തന്നെ പൊടിക്ക് ആവശ്യത്തിനുള്ള നനവായിട്ടുണ്ടാവും. പോരാതെ വരുന്നത് കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഉപ്പും നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കത് ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കൂടി കഴിഞ്ഞാൽ അത് ദോശമാവ് പോലെ ആവും. പിന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മാവ് കുഴച്ച് അത് കുറച്ച് നേരം മാറ്റി വെക്കുക. എൻ്റെ ഈ സേവനാഴി ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ഈ സേവനാഴി മേടിച്ചാൽ പിന്നെ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ നല്ല എളുപ്പമായി. എൻ്റെ പഴയ സേവനാഴി ഇങ്ങനെ മുകളിൽ കറക്കുന്ന ടൈപ്പ് സേവനാഴി ആയിരുന്നേ. അതിൽ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പാടായതുകൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കൽ തന്നെ ഞാൻ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആമസോണിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അത് മേടിച്ചാൽ പിന്നെ ഇപ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. കുറച്ച് എണ്ണയോ നെയ്യോ തൂവിയിട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ സേവനാഴി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും ചെറിയ നൂൽപ്പരുവത്തിൽ വരുന്ന അച്ചാണ് കേട്ടോ ഞാൻ ഈ സേവനാഴിയിൽ ഇട്ടിരിക്കുന്നത്. കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ചെറിയ ഉരുളകളാക്കി നമുക്ക് സേവനാഴിയിലേക്ക് നിറച്ച് ഇനി ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ അപ്പച്ചെമ്പിലിട്ട് ആവിയിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഈ പഴം ഇടിയപ്പം എന്നുള്ളത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കിയതിന് ശേഷം മക്കൾ കഴിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോകുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയതെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പഴം ഇടിയപ്പത്തിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്